പെയിന്റ് കഴിഞ്ഞ് ഇങ്ങനത്തെ കാലി കുപ്പികളുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു നമുക്കൊരു കുട്ടി ഡസ്റ്റ് ഡെക്കർ ഉണ്ടാക്കാം. ദാറ്റ് ക്രാഫ്റ്റ് ടി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണേ. കുപ്പികളൊക്കെ കഴുകി ഉണക്കിയെടുത്ത് ഓരോന്നിനും ഓരോ പെയിന്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഇനി റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യുക, എന്നിട്ട് ഗ്രീൻ ക്രേപ്പ് പേപ്പർ വെച്ച് അതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പൊ അതാ ഇങ്ങനത്തെ സ്റ്റിക്സ് ആയിട്ടോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ അത്യാവശ്യം തിക്കായിട്ടുള്ള ഈർക്കിലെടുത്താലും മതി. സ്റ്റിക്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായി കിട്ടുന്നു മാത്രം. പിന്നെ ഇതുപോലെ ഓരോന്നും ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചെടുത്ത് ഒരൊറ്റ സാധനമാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 7 സ്റ്റിക്കാണ് ഒട്ടിച്ചിരിക്കണേ. അപ്പൊ ഇങ്ങനത്തെ സ്റ്റിക്സിന്റെ പാക്കറ്റ് ഞാൻ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വെറുതെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്തായാലും സംഭവം നല്ല യൂസ്ഫുൾ ആണ്. ഇനി ഒരു കുട്ടി അടപ്പെടുക്കുക, നമ്മുടെ പപ്പടക്കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചൂടാക്കി അതിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ സ്റ്റിക്സ് ഒന്ന് നല്ലപോലെ ഫിക്സ് ആയി നിർത്താനാണ്. അങ്ങനെ ഏകദേശം ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. പെയിന്റ് ചെയ്ത് വെച്ച കുപ്പികളൊക്കെ എടുത്ത് ഒട്ടിച്ചൂടെ കൊടുത്ത് ഒരു അടിപൊളി ക്യൂട്ട് ഡസ്റ്റ് ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഇതിലേ ഞാൻ നോക്കുമ്പോൾ ആ കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ ചെറുതായിട്ടൊരു ഫ്ലാഗ് പോസ്റ്റിന്റെ ലുക്ക് ഇല്ലാതില്ലല്ലോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ബൈ.